ദേവസ്വം ഫണ്ട് നിങ്ങളുടെ തോന്നിയവാസത്തിന് ചെലവഴിക്കാനുള്ളതല്ല. ഭക്തരുടെ കാണിക്കപ്പണം, വഴിപാട് പണം ഒക്കെ ക്ഷേത്രങ്ങളുടെ മാത്രം ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ളതാണ്. ഇത് പറയുന്നത് കർശനമായി, ശക്തമായി ഒരു മുന്നറിയിപ്പ് പോലെ, താക്കീത് പോലെ പറഞ്ഞിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. മലബാർ ദേവസ്വം ബോർഡിനോടാണ് ഈ താക്കീത്. എന്താണ് സർ മലബാർ ദേവസ്വം ബോർഡിനോട് കേരള ഹൈക്കോടതി ഇങ്ങനെ പറയാനുണ്ടായ കാരണം? കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള മട്ടിൽ വലിയ അവിടെ തീവട്ടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുക, വീരപ്പനെ പോലെ പ്രവർത്തിക്കുകയായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് മൊത്തത്തിൽ. പല ഉദാഹരണങ്ങളുണ്ടത്. അതിനെ ഒരു മാർക്സിസ്റ്റ് വൽക്കരിക്കുക, കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുക. ഇപ്പോൾ ഈ ശബരിമല സന്നിധാനത്തെ ഒന്ന് കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുക എന്നുള്ള ശ്രമം ഇപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുപോലൊരു ശ്രമം അതിനുവേണ്ടി തന്നെ ഇവിടെ നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് ആളും അർത്ഥവും നൽകി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹസമാണ് അവർ കാണിച്ചത്. ഹൈക്കോടതി ഇതേ സ്പിരിറ്റിലുള്ള, ഇതേ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പല വിധികളും മുൻപ് നൽകിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഭക്തജനങ്ങളുടെ കാണിക്കയിൽ നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നോ 5 പൈസ പോലും ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പൊറാട്ടു നാടകത്തിന് എടുക്കാൻ പാടില്ല. അത് ക്ഷേത്ര വികസനത്തിനുള്ളതാണ്. ഇത് ആരാണോ ഇത് ചെയ്തിരിക്കുന്നത് അവർ സ്പോൺസർമാരെ കണ്ടിട്ട് അങ്ങനെയാണ് പിരിക്കേണ്ടത്. നേരത്തെ കൊടുത്തതാണ് വിധി. ഈ വിധിയെ ഉല്ലംഘിച്ചുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് അവരുടെ ദേവസ്വം ബോർഡിൻ്റെ ഒരു യോഗം അങ്ങോട്ട് കൂടിയിട്ട് അത് സുപ്രീം കോടതിക്ക് മേളയാണെന്നുള്ള ഒരു മട്ടിൽ അവരെ എന്ത് ചെയ്തു? ഓസിന് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ട്രസ്റ്റികൾക്ക്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക്, പിന്നെ ക്ഷേത്രം ഭാരവാഹികൾക്കും. ഇതിൽ ക്ഷേത്രം ഭാരവാഹികൾക്കുള്ള ഫണ്ട് അതത് ക്ഷേത്രങ്ങളിൽ നിന്ന് പാവങ്ങൾ കാണിക്ക അർപ്പിച്ച പണത്തിൽ നിന്ന് കട്ടുവാരിയെടുത്തോണം. രണ്ടാമതായിട്ട് മലബാർ ദേവസ്വത്തിൽ ശമ്പളം കുടിശ്ശികയായിരിക്കുകയാണ്. അതാണ് 3 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. അത്ര അരക്ഷിതാണ് ഈ ദൂരത്ത്. അതെ, കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റ് വൽക്കരണം. ആളുകൾ കാണിക്ക അർപ്പിക്കുന്നില്ല അവിടെ. കാരണം കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല. വിശ്വാസമുള്ളവനല്ലേ ഇതിനകത്ത് പണമിടത്തുള്ളൂ. അവിടെ കംപ്ലീറ്റ് RSSൻ്റെ ശാഖകൾ പണ്ട് തന്നെ നിരോധിച്ചിട്ടുള്ളതാണ്. ഈ ഹൈന്ദവമായിട്ടുള്ള എല്ലാ ബിംബങ്ങളെയും അവരുടെ സ്റ്റാളുകളും മുഴുവൻ നിരോധിച്ചിരിക്കുകയാണ്. കുറച്ച് മാർക്സിസ്റ്റുകാരെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ദത്തെടുത്ത് അവിടെ ഭാരവാഹികളായിട്ട് വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ഉത്സവങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നത് വിപ്ലവ ഗാനങ്ങളാണ്, തീപ്പാട്ടുകളാണ്, വിപ്ലവ ഗാനങ്ങളാണ്. അത്യാവശ്യം തെറിപ്പാട്ടും അല്ല, അതിനിപ്പോൾ കാണിക്ക അർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ദേവ ചൈതന്യമില്ല, ദേവ സാന്നിധ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൽഭരണമാണിപ്പോൾ ക്ഷേത്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. ദേവൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പ്രാപിച്ച് ഓടിപ്പോയതേ. പിന്നെ ഇവിടെ ഫണ്ട് കാണുന്നത് അങ്ങനെയാണ് ഒരിക്കലും സംഭവിക്കാത്തത്. അത് കഴിഞ്ഞ 3 മാസമായി പാവപ്പെട്ട കഴകംകാർക്ക് ഉൾപ്പെടെ ജീവനക്കാർക്ക് 5 പൈസ കിട്ടുന്നില്ല. പട്ടിണിയും കണ്ണീരും പരിവട്ടവുമായിട്ട് അവർ കഴിയുമ്പോഴാണ് ആ ഉള്ള ഫണ്ടും കൂടെ കട്ടുമുടിച്ചും കൊണ്ട് അമ്പലം വിഴുങ്ങികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ദൈവവിശ്വാസം നിശേഷമില്ലാത്ത ഈ ദേവസ്വം ഭാരവാഹികൾ ചേർന്നിട്ട്, പാർട്ടി നോമിനികളാണല്ലോ, ചേർന്നിട്ട് അമ്പലത്തിൻ്റെ ബാക്കി മുതലും കൂടെ കൊള്ള മുതലും കൂടെ പണ്ടൊക്കെ ഈ ഗസ്നിയും ബാബറും ഒക്കെ കൂടി ഇന്ത്യയിൽ വന്നിട്ട് അമ്പലങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ടിപ്പു സുൽത്താൻ വന്ന് മലബാറിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ടല്ലോ. ആ കൊള്ളയടിക്കുന്ന പോലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള കുൽസിതമായിട്ടൊരു ശ്രമം നടത്തി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി നടത്തുന്ന ഒരു വ്രതമായിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ആളെയും അർത്ഥത്തെയും കൂട്ടാൻ വേണ്ടി ശ്രമിച്ചത്. അതാണ് ഹൈക്കോടതി കഴുത്തിന് പിടിച്ച് അക്ഷര അർത്ഥത്തിൽ തന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് വെക്കടാ പൈസ അവിടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രതീകാത്മകമായിട്ട് അത് തന്നെയാണ് ശരി. അതവിടെ വെച്ചിട്ട് കളിക്കട. മോട്ടിച്ചോണ്ട് പോകുന്ന പകൽക്കൊള്ള നടന്നു തൊട്ടുപോകരുത്, വെക്കടാ അവിടെ നിന്നാണ് ഇപ്പോൾ ആഹ്വാനം കൊടുക്കുന്നത്. വെക്കടാ പണം അവിടെ എന്നാണ് പറഞ്ഞ സാറേ. നമ്മുടെ ഈ മലബാർ ദേവസ്വം ബോർഡും നമ്മുടെ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നാണം കെട്ടു. ഒരുപാട് നാണം കെട്ടു. 4 സ്വർണ്ണ പീഠങ്ങളാണ് മോട്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നതിനിടയ്ക്ക് 4 കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വർണ്ണ ഒരിക്കലും നടക്കാത്തതുപോലെ അമ്പലം വിഴുങ്ങലാണ് ഇപ്പൊ പോകുന്ന പോക്കിൽ സകലതും അടിച്ചോണ്ട് പോവുക എന്നുള്ള ആ പോകുന്ന പോക്കില് മറ്റേ ഗസ്നിയും ഗോറിയും അറംഗസേബും ഒക്കെ ചെയ്ത പോലെ
കൊള്ളയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ മലബാർ ദേവസ്വത്തിൽ നിന്ന് ആളെ അയച്ചു കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇത് ആരുമില്ല ഈ അയ്യപ്പ സംഗമത്തിന് ആള് കുറവായിട്ട്. എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നി. കാരണം മലബാർ ദേവസ്വം എന്തിനാണ് അവരുടെ ജീവനക്കാരെയും ഭാരവാഹികളെയും ഒക്കെ അവരുടെ ചെലവിൽ ഇവിടെ കൊണ്ടുവരുന്നത്? ആളധികമാണെങ്കിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ മലബാർ ദേവസ്വത്തിന് എന്ത് കാര്യമെന്ന് മനസ്സിലാകും. ഇതെനിക്ക് തോന്നുന്ന വഴിയെ പോകുന്നവരോ ഒന്ന് വന്നിട്ട് പോണേ എന്നും പറഞ്ഞ് വിളിച്ചു കയറ്റുവാണ്. അതിന്റെ ഭാഗം മലബാറിൽ നിന്ന് ഇത്രയും യാത്രപ്പടിയും കൊണ്ട് അവിടെ കൊണ്ടുവരണമെങ്കിൽ വല്ലാത്ത ഒരു സംഘാടക പരാജയം ഇതിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹവും ഇല്ലാതെ ഇങ്ങനെ ഒരു ചടങ്ങ് വിജയിപ്പിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. ശരിയാണ് സാർ. അയ്യപ്പന്റെ അനുഗ്രഹവും ഭക്തജന പങ്കാളിത്തവും ഇത് രണ്ടും ആ പരിപാടിയിൽ ഇല്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു ഗവൺമെന്റും വേണ്ട, ഒരു ദേവസ്വം ബോർഡും വേണ്ട, കാര്യങ്ങൾ അവിടെ ഭംഗിയായി നടക്കും. ഇവരാവശ്യമില്ല സാറേ. അവിടെ എന്തൊക്കെയോ ഈ മാസ്റ്റർ പ്ലാനിന്റെ പേരിൽ ചില തട്ടിപ്പുകൾ നടത്താം. ഈ എരുമേലി വിമാനത്താവളം എന്ന് കേൾക്കുന്നു, ഒരു വലിയ കുന്ന്, ഒരു എസ്റ്റേറ്റ് തന്നെ, ചെറുവള്ളി എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഇടിച്ചു നിരത്തി. മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമേ അല്ല. ഇപ്പം ചെയ്യാൻ കഴിയുന്ന പാവപ്പെട്ട ഭക്തർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകാരം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്ഥലം എടുത്തു തന്നാൽ നിങ്ങൾ 5 പൈസ പിന്നെ മുടക്കണ്ട, മുഴുവൻ പണി ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞതാണിപ്പോൾ. എന്നിട്ട് ആ സ്ഥലം ഇതുവരെ കെടുത്തി കൊടുത്തിട്ടില്ല. വെറുതെ കിടക്കുകയാണ്, പാഴായി. കാലടി വരെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ നായ്ക്കളുടെ കാലടിപ്പാടുകളാണ് പതിഞ്ഞു കിടക്കുന്നത്, ഒരു ഭക്തനും പോവാത്ത വിധം. പിന്നെ കുറേ അടുത്തുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അവർ തുണി ഉണക്കാനും പിന്നെ ഈ സാധനങ്ങൾ പിന്നെ പുളിയൊക്കെ ഉണക്കാനും ഒക്കെ പശുവിനെ കെട്ടാനും പുളി ഉണക്കാനും ഒക്കെ മുറത്തിൽ കൊണ്ടുപോയി. അങ്കമാലി എരുമേലി റെയിൽപാതയുടെ കാര്യമല്ലേ അതിന് അതെ അതില് കാലടി വർഷത്തിൽ കൂടുതൽ അതിലെ ഈ കാലടി സ്റ്റേഷൻ മറ്റേത് വരെ അങ്കമാലി വരെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാലടി സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടികൾ ഇതാ. പിന്നെ നല്ല വെയിലുണ്ട് അവിടെ. ആ വെയിലത്ത് പുളിയൊക്കെ ഉണക്കാനും ഒക്കെ കപ്പ ഉണക്കാനും ഒക്കെ മീനമയും പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആസൂത്രണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാലടിയുടെ മണ്ണല്ലേ അവിടെ പിന്നെ മീൻ ഉടക്കി. ഈ മലബാർ ദേവസ്വത്തിന് ശരിക്കും പറഞ്ഞ കോടതി നല്ല ഒന്നാം തരം കൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ദേവസ്വം ബോർഡിനും കൊടുത്തു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും നല്ല കൊട്ട് തന്നെ കൊടുത്തു. അവരോടും പറഞ്ഞിട്ടുണ്ട് ഫണ്ടിൽ തുടരുത്, തൊട്ടേക്കരുതെന്ന് പറഞ്ഞു. ഇനി അപ്പോൾ ഫണ്ട് ഇല്ലാത്തപ്പോൾ ആരും വരാൻ തയ്യാറല്ലാത്തപ്പോൾ ഇവരാളെ കൂട്ടാൻ വേണ്ടി ഇനി പണം കൊടുത്തിട്ടുണ്ടോന്ന്. അതിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ്? ഇപ്പം സ്വർണം 4 കിലോ പോയി. സ്വർണം 4 കിലോ കാണാതെ, 4 പീഠങ്ങൾ കാണാതെ. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഓരോന്നിനും സമാധാനം പറയണം. കൊള്ള മുതൽ എവിടെ പോയി? അതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ശബരിമല ഒരു പേടി സ്വപ്നമാണ്. ശബരിമല അയാൾക്ക് പേടി വരാൻ കാര്യം എന്താ? ഈശ്വര വിശ്വാസം ഉള്ള ഒരാൾക്ക് ശരിയായിട്ട് പേടി വരില്ല. അവിടെ എന്ത് ധൈര്യത്തോടു കൂടി അവിടെ കാര്യങ്ങൾ കാരണം അയാൾ സത്യസന്ധനായിരിക്കും, അതെ, ധാർമ്മികനായിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി കാണിച്ച് പിന്നെ കള്ളത്തരങ്ങൾ കാണിച്ചാൽ 2019 മുതൽ ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. 2019 മുമ്പും സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ആ സ്വർണമാണ് ഇവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ പമ്പയിൽ ഈ സംഗമം നടത്തേണ്ട കാര്യം എന്തുവാ? തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ എന്തായാലും ഒരു കാര്യം, മലബാർ ദേവസ്വം ബോർഡിന് തൃപ്തിയായി. ഓക്കെ. അതുപോലെ ഒരു കാര്യം കൂടെ ഓർക്കണം, ഇതിനേക്കാൾ മഹത്തായ ഒരു അയ്യപ്പ സംഗമം ഇന്ന് 5 മണിക്ക് ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഈ സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞ സ്ത്രീയായിട്ടുള്ള വനിതാ ജഡ്ജിയായിട്ടുള്ള ഇന്ദു മൽഹോത്ര ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. പവിത്രമായ അവരുടെ പരിശുദ്ധമായ കൈകൾ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അത് ഡൽഹി അയ്യപ്പ ക്ഷേത്രത്തിന് മുമ്പിൽ അത് അതിൻ്റെ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 22-ാം തീയതി വീണ്ടും ഒരു സംഗമം, അത് പന്തളത്ത് തിരികൊളുത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംഗമങ്ങൾക്ക് ഈ സംഗമം തിരികൊളുത്തു എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം. ഇനിയും തുടർന്നും ഉണ്ടാവട്ടെ സംഗമങ്ങൾ. ആ സംഗമങ്ങളിലൂടെ അയ്യപ്പന്റെ സത്യങ്ങൾ, ഭക്തി പ്രചരിപ്പിക്കും. ഭക്തി മാത്രമല്ല, അയ്യപ്പ സത്യങ്ങൾ പുറത്തു വരികയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.